ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്വുഡ് സ്റ്റോറീസ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബയോളജിയാണ്. ബയോളജി എന്ന് പറയുന്നതിൽ 2025 മുതൽ പുറകോട്ടാണ് ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെന്താണ് നമുക്ക് ഇന്ന് 2025 ചോദിച്ചിരിക്കുന്ന ഫോഴ്സ് +2 ലെവലിൽ 3 പരീക്ഷകളാണ് മെയിനായിട്ട് നടത്തിയിരിക്കുന്നത്. 53/2025, 57/2025, പിന്നെ നമ്മുടെ ഇന്നലെ നടന്ന ഫോഴ്സിൻ്റെ ഫയർമാൻ്റെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടാതെ 2025 കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം 2024 ഏതാണ് നമ്മുടെ ഈ പറയുന്ന ഫോഴ്സിന്റെ എക്സാമുകളുടെയാണ്, +2 ലെവൽ സിലബസ് അനുസരിച്ചാണ്. അപ്പോൾ എൻ്റെ പേര് സന്ധ്യ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇന്നലത്തെ പരീക്ഷയുടേതാണ്, ഫയർമാൻ്റെ ആണ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ അതേതാണ്? അത് പാർക്കിൻസൺ ആണ്, പാർക്കിൻസൺ രോഗം. അപ്പം നമുക്ക് ബാക്കിയുള്ള രോഗങ്ങളും കൂടി പഠിക്കണ്ടേ? നോക്കിക്കേ, അൽഷിമേഴ്സ്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആണ്. നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഈ പറയുന്ന അൽഷിമേഴ്സ്, പാർക്കിൻസൺ, അതേപോലെ അപസ്മാരം എന്ന് പറയുന്നത്. ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ടോ, മസ്തിഷ്കത്തിലെ നാഡീയ കലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ കൂടുന്നു. അങ്ങനെ കൂടി എന്താണ്, ന്യൂറോണുകൾ നശിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? അൽഷിമേഴ്സ് വരുന്നത്. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക, ഇതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. മസ്തിഷ്കത്തിലെ നാഡീയ കലകൾ അലേയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് എന്ത്? അൽഷിമേഴ്സ്. നെക്സ്റ്റ് ആണ് പാർക്കിൻസൺ, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. കണ്ടോ, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രക്ഷേപത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട്. പാർക്കിൻസൺ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ അത് ഡോപ്പമിൻ ആണെന്നുള്ളത്. ഓക്കെ, ശരീരത്തിന്റെ തുലന നില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീരൊഴുകുക, ഇതൊക്കെയാണ് പാർക്കിൻസൺ രോഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അപസ്മാരം. തലച്ചോറിൽ തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരം എന്ന് പറയുന്നത്. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുക. ഓക്കെ, അപ്പോൾ അൽഷിമേഴ്സ്, പാർക്കിൻസൺ, അപസ്മാരം. അൽഷിമേഴ്സ് ആകുമ്പോൾ എന്താണ്? ഒരുതരം അലേയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. പാർക്കിൻസൺ ആണെങ്കിൽ ഗാംഗ്ലിയോണുകളുടെ നാശവും ഡോപ്പോമിന്റെ ഉൽപാദനം കുറയുന്നു. അപസ്മാരം എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന എറിത്രോ. അത് നമ്മുടെ RBC, നമ്മുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. അവരുടെ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. ഇത് പുതിയതായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാത്തതാണ്, റെയർ ക്വസ്റ്റ്യൻ ആണ്, എഴുതി വെച്ച് പഠിക്കുക. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ആണ് GLUT4 എന്ന് പറയുന്നത്. GLUT4 ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്നത് വൈഡൽ ടെസ്റ്റ് ആണ്. ഇത് നമ്മൾ പഠിക്കുന്നതാണ്, വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് എന്ന് പഠിക്കുന്നതാണ്. അതിൻ്റെ തത്വമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണത്? അഗ്ലൂട്ടിനേഷൻ ആണ്. എന്താണ്? അഗ്ലൂട്ടിനേഷൻ. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ പുസ്തകം ആരുടേതാണ്? രാംദിയോ മിശ്ര, പിന്നെന്താണ്? ബിജീഷ് ബാലകൃഷ്ണൻ, ആദർശ് കുമാർ ഗോയൽ. ഇവിടെ ആരൊക്കെയാണ്? രാംദിയോ മിശ്രയും JS പുരി, 2 പേരുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ആരാണ്? അത് ഓപ്ഷൻ D 1 മാത്രമാണ്. ഇത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, നിശബ്ദ വസന്തം അല്ലെ, സൈലന്റ് സ്പ്രിങ്, റേച്ചൽ കേഴ്സൺ എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം തൊട്ട് പുസ്തകത്തിൽ കുറച്ച് മാറ്റി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി R മിശ്ര ആൻഡ് JS പുരിയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായതേത്? തെറ്റാണ് നമുക്ക് വേണ്ടത് അല്ലെ. UNEP സ്ഥാപിതമായത് 1972 പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971 അപ്പൊ UNEP 72, അതേപോലെ ഗ്രീൻ പീസ് എന്നാണ് 71. അത് രണ്ടും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. പിന്നെ എന്താണ് അടുത്ത് പറയുന്നത്? ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ഗ്രീൻ ക്രോസ് സ്ഥാപിക്കുന്നത് 1995 അല്ല, 1993. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയല്ലേ അല്ലെ. അപ്പോൾ ഇവിടെ ഏതാണ് തെറ്റെന്ന് പറയുന്നത്? നമുക്ക് വേണ്ടത് തെറ്റാണ്. ആൻസർ 3 മാത്രമാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക. UNEP സ്ഥാപിതമായത് 1972 ജൂൺ 5, കെനിയ നെയ്റോബിയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഗ്രീൻ പീസ് ആണെങ്കിൽ 1971, ഗ്രീൻ ക്രോസ് ആണെങ്കിൽ 1993.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ്. അപ്പൊ പഠിച്ചു വെക്കേണ്ട എന്താണ് ഇവിടെ? ടൈഫോയിഡ് പരത്തുന്ന രോഗകാരിയാണ് എന്ത്? സാൽമണല്ല ടൈഫി. രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന പല സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. അടുത്തത് പ്ലാസ്മോഡിയം മലേറിയ. അപ്പൊ പ്ലാസ്മോഡിയം പരത്തുന്നതാണ് എന്ത്? മലേറിയ. മലേറിയ പരത്തുന്ന ഏതാണ്? പ്ലാസ്മോഡിയമാണ്. അതും പഠിക്കണം. രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണുന്നു. നെക്സ്റ്റ് പറയുന്നത് ഹിമോഫീലിയ ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇവിടെ 1, 2, 3 എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾക്ക് ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുമെന്ന് വെളിവാക്കുന്ന 6ാം വംശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ 6th എക്സ്റ്റൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ആര്? എലിസബത്ത് കോൾബർട്ട് ആണ്. ഓക്കെ, എലിസബത്ത് കോൾബർട്ട്. ഓക്കെ, അപ്പൊ ഈ പുസ്തകം പഠിച്ചു വെക്കണം. നമ്മൾ ഇപ്പൊ 2ാമത്തെ ബുക്കല്ലേ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഏതാണ്? ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി. ആരാണ്? ആർ മിശ്രയും GS പുരിയും ചേർന്ന്. ഇവിടെ പറയുന്ന ഏതാണ്? ദ 6th എക്സ്റ്റൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി. എന്താണ്? 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം. ആരുടേതാണ്? എലിസബത്ത് കോൾബർട്ട് ആണ്. ഇതേ കിടക്കുന്ന നമ്മുടെ റേച്ചൽ കാഴ്സൺ അല്ലെ? നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിങ്, അമേരിക്ക, DDT ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റിനെ പറയുന്ന പേരാണെന്ത്? കാർബൺ ക്രെഡിറ്റ്. കാർബൺ ക്രെഡിറ്റ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി. ജീവനി. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണെന്ത്? യോദ്ധാവ്. യോദ്ധാവ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരാണെന്ത്? സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ. അടുത്ത അതിന്റെ ഫാക്ട്സ് നമുക്ക് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നമുക്ക് പോകാം. സ്റ്റേറ്റ് എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് റെഡ് റിബൺ ക്ലബ്ബ്. അപ്പൊ നമുക്ക് ഈ 32ാമത്തെ ക്വസ്റ്റ്യന്റെ ഫാക്ട്സ് നോക്കാം. നിശാന്തത. എന്താണ് നിശാന്തത എന്ന് പറഞ്ഞാൽ? കാഴ്ചാവർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വൈറ്റമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ്. അപ്പൊ വൈറ്റമിൻ എയുടെ പേര് എന്താണ്? റെറ്റിനാൽ അല്ലെ? അപ്പൊ എന്താണ്? അതേപോലെ തന്നെ വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇത് ഇനിയിപ്പോ പണ്ടൊക്കെ ചോദിക്കുന്ന നിശാന്തതയ്ക്ക് കാരണമായത് വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. സിറോഫ്താൽമിയയും കൂടി ഉണ്ട്. ചിലപ്പോൾ നിശാന്തത, തിമിരം, അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുടെ പേര് തരും. ഓക്കെ, അപ്പൊ ഇനി ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നിശാന്തത വരുന്നത്? വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും എന്തുകൊണ്ടാണ്? റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നത്. അതാണ് അവിടുത്തെ റീസൺ എന്ന് പറയുന്നത്. റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ത്? ഈ പറയുന്നത് നിശാന്തത. അടുത്തത് സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണെന്ത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് വർണ്ണാന്തത. വർണ്ണാന്തത പഠിക്കണം. വർണ്ണാന്തതയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട എന്താണ്? നോർമലി നമ്മുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എങ്ങനെയാ പഠിക്കുന്ന? പനിച്ചു അല്ലെ? പനിച്ചു, പച്ച, നീല, ചുവപ്പ് നമ്മൾ പഠിക്കും. എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങളാണ് ഈ നിറങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. എങ്കിൽ ഈ കോൺ കോശത്തിന് തകരാറ് വരുമ്പോഴേക്കും നമുക്ക് എന്ത് പറ്റും? ഈ പറയുന്ന ചുവപ്പും പച്ചയും നിറങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, വർണ്ണാന്തത മൂലം ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ഏത്, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത നിറം ഏതെന്ന് ചോദിച്ചു തരാം. ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയുമാണ്. ഓക്കെ, ഈ രോഗാവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? വർണ്ണാന്തത എന്ന് പറയുന്നത്. അപ്പൊ വർണ്ണാന്തത വരാനുള്ള റീസൺ എന്താണ്? അവിടെ കോൺകോശങ്ങൾ തകരാറിലാകുകയാണ്. കോൺകോശങ്ങൾ തകർന്നു കഴിയുമ്പോഴേക്കും അവിടെ കാണാൻ പറ്റാത്ത നിറങ്ങൾ ഏതാണ്? ചുവപ്പും പച്ചയുമാണ്. വർണ്ണാന്തയുള്ളവരെ എന്താണ്? സൈന്യത്തിലും അതേപോലെ ഈ പറയുന്ന ഡ്രൈവർ, പൈലറ്റ് ജോലികൾക്കൊന്നും എടുക്കത്തില്ല കേട്ടോ. അടുത്തതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. എന്താണ് ഗ്ലോക്കോമ? കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് എന്ത്? അക്വസ് ദ്രവം എന്ന് പറയുന്നത്. ഈ അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു.
റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കുന്ന അങ്ങനെ തന്നെ ആയിരിക്കാം. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുണ്ടാകുന്ന അവസ്ഥ എന്താണത്? ഗ്ലോക്കോമയാണ്. അതായത് അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ മർദ്ദം കൂടി വരും. അപ്പോഴാണ് ഗ്ലോക്കോമ വരുന്നത്. നെക്സ്റ്റ് ആണ് തിമിരം. തിമിരം എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ചെങ്കണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ്? കൺജങ്ക്റ്റീവയെ ബാധിക്കുന്ന അണുബാധയാണ്, അല്ലെ? അണുബാധയാണത് എപ്പോഴും. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. സ്പർശനത്തിലൂടെയും ഒക്കെയാണ് രോഗം പകരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യരിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാൻ. പ്രായപൂർത്തിയായ മനുഷ്യരിൽ 206 അസ്ഥികളുണ്ട്. നമുക്ക് പഠിക്കുന്നുണ്ട് 206 അസ്ഥികളുണ്ട്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് 300ഓളം അസ്ഥികൾ ഉണ്ടാകും. അത് പ്രായപൂർത്തിയാകുമ്പോൾ 206ലേക്ക് എത്തുന്നുണ്ട്. മനുഷ്യന് 12 ജോഡി വാരിയെല്ലുകളുമുണ്ട്. അതും ശരിയാണ്. മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അല്ല 29 ആണ്. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത്. കിടക്കുന്നു കണ്ടോ? അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചലനം സാധ്യമാകുന്നത്. ഓക്കെ, ചെറുതും വലുതുമായ 206 അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥിവ്യവസ്ഥ എന്ന് പറയുന്നത്. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. ഒന്ന് അക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ട, ഈ ഒരു അക്ഷത്തിൽ വരുന്നത്, ഒരൊറ്റ ആക്സിസിലായിട്ട് വരുന്നത്. അനുബന്ധം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അക്ഷത്തിൽ അനുബന്ധിച്ച് വരുന്ന അതാണ് അനുബന്ധാസ്ഥികൂടം വരുന്നത്. ഇനി നോക്കിക്കേ, മനുഷ്യ അസ്ഥികൂടത്തിൽ എങ്ങനെയൊക്കെയാണ്? അക്ഷാസ്ഥികൂടം 29 ഉണ്ട്. തലയോട് എത്രയാണ്? 29. മാറൽ 1ആണ്. അടുത്ത എന്താണ് വരേണ്ടത്? വാരിയെല്ലുകൾ 24 ഉണ്ട്. അതേപോലെ അടുത്തേതാണ്? നട്ടെല്ലെന്ന് പറയുന്നത് 26 നട്ടെല്ലുകളുമുണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം 80 ആണ് ഇവിടത്തത്. 80 ആണ് അക്ഷാസ്ഥികൂടം. ബാക്കിയുള്ള 126 എവിടെ? അനുബന്ധാസ്ഥികൂടത്തിൽ വരേണ്ടത്. അപ്പൊ അത് ഏതൊക്കെയാണ്? അസ്ഥികളിലെയും കാലുകളിലെയുമായിട്ട് മൊത്തം 60. തോൾവലയമാണെങ്കിൽ അവിടെ മൊത്തം 4 വരും. ശ്രോണി വലയത്തിലാണ് എത്ര വരും? 2 വരും. അങ്ങനെയാണ് മൊത്തം 206 അസ്ഥികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയാണ് അമൃത ദേവി ബിഷ്ണോയ്? അത് വനസംരക്ഷണമാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമനോ ലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ഏത് ഗുഹയിൽ നിന്നാണ് ലഭ്യമായത്? അത് ഏതാണ്? അത് റൈസിംഗ് സ്റ്റാർ കേവ് ആണ്. താഴെ പറയുന്നവയിൽ ഏത് വൈറ്റമിൻ ആണ് കാൽഷ്യം ആഗീരണത്തിന് സഹായിക്കുന്നത്? കാൽഷ്യം ആഗീരണം ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് ഓൺലൈനായിട്ട് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുകൊണ്ടാണ് ആൻസർ അതിൽ തന്നെ വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ്, ഒരു മനുഷ്യരിലെ ആകെ അസ്ഥികളുടെ എണ്ണം, ആകെ അസ്ഥി എത്രയാണ്? നമ്മളിപ്പോൾ പറഞ്ഞാണല്ലേ, ഓപ്ഷൻ എ 206 ആണ്. തൈറോയ്ഡ് ഹോർമോണിന്റെ സമന്വയത്തിന് ആവശ്യമായ അടിസ്ഥാന സൂക്ഷ്മ പോഷകം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി അയഡിൻ ആണ്. കണ്ടോ, തൈറോക്സിന്റെ ഉൽപാദനത്തിൽ അയഡിൻ അത്യാവശ്യമാണ്. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ തൈറോക്സിന്റെ ഉൽപാദനത്തിലുള്ള ശ്രമം എന്ന നിലയിലാണ് തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നത്. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രധാന വായു മലിനീകരണ ഘടകം? ഏതാണ് അത്? ഹൈഡ്രജൻ സൾഫൈഡ്, നൈട്രജൻ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. വായു മലിനീകരണ ഘടകം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ ഏത് ക്യാൻസറിന് കാരണമാകുന്നു? ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ സെർവിക്കൽ ക്യാൻസർ ആണ്. ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലൈംഗിക രോഗങ്ങളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൻ പാപ്പിലോമ. ഉണ്ട്, അത് ഹെഡിങ് തന്നെ അതാണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധയും സെർവിക്കൽ ക്യാൻസറും എന്നുള്ളത്. ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാകുന്ന വൈറസ് വിഭാഗമാണിത്. HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല എന്നത് രോഗബാധയെ തടയുന്നതിനുള്ള വെല്ലുവിളിയാണ്. ഉയർന്ന അപകട സാധ്യതയുള്ള HPV ഇനങ്ങളുടെ സ്ഥിരമായ ബാധ സെർവിക്സിലെ കോശങ്ങളിലെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. ചികിത്സിച്ചില്ലെങ്കിൽ ഈ മാറ്റങ്ങൾ സെർവിക്കൽ ക്യാൻസർ ആയിട്ട് മാറും. എന്താണ്? സെർവിക്കൽ ക്യാൻസറുള്ള സാധ്യത 18 വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവരിൽ വൈറസ് ബാധ തീവ്രമായിരിക്കും. പാപ്സ്മിയർ ടെസ്റ്റുകൾ, അതേപോലെ തന്നെ
HPV ടെസ്റ്റിംഗ് എന്നിവ രോഗബാധയെ നേരത്തെ കണ്ടെത്താനായിട്ട് സഹായകമാണ്. കേരളത്തിൽ സ്ത്രീകളിൽ സ്ഥാനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള രോഗം എന്ന് പറയുന്നത് ഈ പറയുന്ന സെർവിക്കൽ ക്യാൻസർ ആണ് എന്നതിനാൽ ഈ രോഗം പ്രതിരോധിക്കുന്നതിനായി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ 26 വയസ്സ് വരെയും പുരുഷനിൽ 21 വയസ്സ് വരെയും നമുക്ക് ഈ വാക്സിനേഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്? സെർവിക്കൽ ക്യാൻസർ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റും അതേപോലെ HPV ടെസ്റ്റിങ്ങും. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കോസേറ്റീവ് ഓർഗാനിസം ഓഫ് സിഫിലിസ്? സിഫിലിസിന് കാരണമാകുന്നത് ഏതാണ്? അത് ട്രെപ്പോണിമ പല്ലേഡിയം ആണ്. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവാ പ്രൊജക്ട് എന്താണ്? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. ഏത് രോഗത്തിന്റെ പ്രതിരോധത്തിലും ചികിത്സയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അത് അനീമിയാണ്, വിളർച്ച. 2025 ലോകാരോഗ്യ ദിന പ്രമേയം പഠിച്ചു വെച്ചോളണം. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ 2025 തീമാണ്. ഇനി അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ്. എന്താണ് എന്തിനെ കേന്ദ്രീകരിച്ചാണ്? അതായത് നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവുമാണ്. നല്ല തുടക്കം ഉണ്ടായാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ ഭാവി എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്കാണ് അല്ലേ? അപ്പൊ എന്താണ്? മെറ്റേണൽ ആൻഡ് ന്യൂ ബോൺ ഹെൽത്ത് ആൻഡ് സർവൈവൽ ആണ് എന്തെന്ന് പറയുന്നത് 2025 വേൾഡ് ഹെൽത്ത് ഡേ പ്രമേയം എന്ന് പറയുന്നത്. പല്ലിന്റെ ആന്തരഘടന ചുവടെ ചേർത്തിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികളേവ? എന്താണ്? ഇനാമൽ എന്ന് പറയുന്നത് പല്ലിന്റെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് അല്ലേ? ഓക്കെ. ഡെൻഡൈൻ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. അതേ കിടക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഫാക്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്, പുറം കവചമാണ്, നിർജീവമാണ് ഇനാമൽ. ഡെൻഡൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. പൾപ്പ് ക്യാവിറ്റി ആണെങ്കിൽ എന്താണ്? പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നു. അവിടെ എന്തൊക്കെയുണ്ട്? രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നുണ്ട്. ഓക്കെ. സിമന്റം ആണെങ്കിലോ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ്. നോക്കാം നമുക്ക്. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ശരിയാണ്. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. ഏറ്റവും ആന്തരഭാഗമാണ് എന്ത് പറയുന്നത്? പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. ഡെൻഡൈൻ എന്ന് പറയുന്നത് എന്താണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. അപ്പൊ 1 തെറ്റാണ്, 2 തെറ്റാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയാണ് വേണ്ടത് അല്ലെ? 3 ശരി, 4 ശരി. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ചുവടേക്ക് തന്നിരിക്കുന്നതിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്താണ്? വന്ധ്യതയൊക്കെ തടയാനായിട്ട് ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ജീവകം ഇ. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായത് കണ്ടെത്താൻ. കോളറ പരത്തുന്ന ആരാണ്? ബാക്ടീരിയ ആണ് അല്ലെ? വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ്. എലിപ്പനി ആണെങ്കിലോ എലിപ്പനി ലെപ്റ്റോസ്പൈറ, അത് ശരിയാണ്. 2 ശരിയാണ്. അപ്പൊ നമുക്ക് 2 ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ശരിയായ ജോഡി 2 ശരിയാണെന്നറിയാം, 1 തെറ്റാണെന്നറിയാം. അപ്പൊ ഇതല്ല. ഇനി എന്താണ്? സ്ക്രാബ് ടൈഫസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ചെള്ളുപനി എന്നൊക്കെ പറയും. കുരങ്ങുപനി എന്ന് പറയുന്ന വൈറസ് ആണ്. അപ്പൊ ഇവിടെ ഏതാണ്? ബാക്കി എല്ലാം തെറ്റാണ്. ഓപ്ഷൻ സി 2 മാത്രമാണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേരാണ് എന്ത്? അമൃതം ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതൊക്കെയാ? ക്യാൻസറും സിലിക്കോസിസും. സിലിക്കോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഈ അങ്ങനത്തെ സ്ഥലങ്ങളിൽ തൊഴിൽജന്യ രോഗമാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, അത് ശരിയാണ് അല്ലെ? ഇനി എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും. എയ്ഡ്സ് എന്ന് പറയുന്നത് ജനിതക അല്ല അല്ലെ? നമുക്ക് മെയിൻ ആയിട്ട് ജനിതക രോഗം എന്നും പറയാം. കാര്യം എന്താണ്? അത് കൈമാറ്റം ചെയ്യും. പക്ഷെ അവിടെ എയ്ഡ്സ് കൂടുതലും വരുന്നത് എങ്ങനെയാണ്? സിറിഞ്ച് വഴിയൊക്കെ അല്ലേ? അപ്പൊ അത് നമുക്ക്. പിന്നെ ഏതാണ്? പോളിയോയും ടെറ്റനസും. അതുമല്ല, ടെറ്റനസ് എന്ന് പറയുന്നത് ജനിതക രോഗമല്ല. അപ്പൊ ഇവിടുത്തെ സെറ്റ് ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത്. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീവികൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയയ്ക്ക് ഇതിന് ഉദാഹരണമാണ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തം കട്ടപിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ്. ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലാകുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? ഹീമോഫീലിയ. ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത്. ജീനുകളുടെ വൈകല്യം
രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിനും വൈകല്യം വരുത്താം. തൽഫലമായി ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്നു. ഇതാണ് എന്ത് പറയുന്നത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അരുണരക്താണുക്കളിൽ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വന്നിട്ട് അത് എന്തായിട്ട് മാറും? അരിവാള് പോലെയായിട്ട് മാറും. ഓക്കെ, സിക്കിൾ പോലെയായിട്ട് മാറും. അതിനെയാണ് നമ്മൾ പറയുന്ന അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാൻസർ ആണ് പറയുന്നത്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത്. പരിസ്ഥിതി ഘടകങ്ങൾ, പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങളെല്ലാം ഇതിന് കാരണമായിട്ടുണ്ടാകും. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിനാണ് തകരാറ് സംഭവിച്ചത്. സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ച എന്ത് സംഭവിക്കും? സെറിബെല്ലം നമ്മുടെ ബെല്ലും ബ്രേക്കൊക്കെ അങ്ങ് പോകും. അപ്പൊ എന്താണ്? ശരീരത്തിന്റെ തുലനനില, നമ്മളെ ബെല്ലും ബ്രേക്കൊക്കെ ആയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബെല്ലമാണ്, അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ? ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബെല്ലും ബ്രേക്കും ഇല്ല, ശരീരത്തിന്റെ തുലനനില നഷ്ടപ്പെടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇനി നമുക്ക് നോക്കണ്ടേ, ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് സെറിബ്രമാണ്. സെറിബ്രം. ഹൃദയസ്പന്ദനം നിലക്കുന്നു. ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് ഒരു അനൈച്ഛിക ചലനമാണ്, അല്ലെ? അനൈച്ഛികമാണ്. അത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അത് കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്, അല്ലെ? മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പൊ അനൈച്ഛിക ചലനമാണെങ്കിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഐച്ഛികമാണെങ്കിൽ സെറിബ്രമാണ്. ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. ഓർമ്മയ്ക്ക് നമ്മളെ സെറിബ്രമാണ് ഈ പറയുന്ന, നമ്മുടെ സെറിബ്രമാണ് ഇതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്ന്. കണ്ടോ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം. ഇനി അതേപോലെ ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം എവിടെയാണ്? സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നു, അതേപോലെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ് സെറിബെല്ലമാണ്. എന്താണ് സെറിബെല്ലം? മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണുന്നു. ചെളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നത് സെറിബെല്ലമാണ്. കണ്ടോ, തുലനനില, ബെല്ലും ബ്രേക്കൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? സെറിബെല്ലം വേണം. നെക്സ്റ്റ് ആണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെയൊക്കെ ഒരു അട്ടി കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോകും എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ കൺട്രോളൊക്കെ ആർക്കാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്കാണ്. ഹൈപ്പോതലാമസ് എവിടെയാണ്? തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്നതാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ തലാമസ്. അവിടെ തൊട്ട് താഴെയായി കാണപ്പെടുന്നതാണ് ഹൈപ്പോതലാമസ്. അതാണ് ആന്തര സമസ്ഥിതി പരിപാലനം. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. നെക്സ്റ്റ് തലാമസ് ആണ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ട് ജി റോസൺ ആണ്. ശരിയാണ്, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അത് അരിസ്റ്റോട്ടിൽ ആണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? കാൾ ലിനേസ് ആണ്. ഓക്കെ, അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് എന്ത്? പെരിഓസ്റ്റിയം എന്ന് പറയുന്നത്. പെരിഓസ്റ്റിയം. കണ്ടോ, അസ്ഥികൾ മനുഷ്യ ശരീരഭാഗത്തിന്റെ 18% വരും. ഇതൊന്ന് പഠിച്ചു വെക്കണേ, കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശരീരഭാരത്തിന്റെ മൊത്തം 18% എന്താണ്? അസ്ഥിയാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് പെരിഓസ്റ്റിയം എന്ന് പറയുന്നത്. കണ്ട, പെരിഓസ്റ്റിയം. അസ്ഥികളിൽ രക്തക്കുഴലുകളും നാഡികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നു. കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു. അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർണ്ണയിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. മനുഷ്യരിൽ കുടൽഭിത്തിയിൽ വെച്ച് ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരില്ല. ഏത് വൈറ്റമിൻ ആണ്? അത് വൈറ്റമിൻ കെ ആണ്. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ്? തെങ്ങോലകളിലെ മഞ്ഞളിപ്പ് ഏതാണ്? അത് നൈട്രജൻ ആണ്. നൈട്രജൻ.
ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്നത്, മഞ്ഞപ്പനി ആരാണ്? മഞ്ഞപ്പനി വൈറസ് ഡിസീസ് ആണ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം. മെയ് 23 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക കടലാമ ദിനമാണ്. ലോക കടലാമ ദിനം. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് എന്ത്? വയോമധുരം. വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനമാണ് ഏത്? തിരുവനന്തപുരം. ജൈവ വൈവിധ്യ ബോർഡ് തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി. കാർഡിയോളജിസ്റ്റ് അവിടെയാണ് ഹൃദയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, എന്താന്ന് നോക്കിക്കേ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഏറ്റവും വലിയ ജീൻ എന്ന് പറയുന്നത്? അത് ഡിസ്ട്രോഫിൻ ആണ്. ഡിസ്ട്രോഫിൻ ഏറ്റവും വലിയ ജീനാണ് ഡിസ്ട്രോഫിൻ. ഏത് വൈറ്റമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ഏതാണ്? വൈറ്റമിൻ ഡി. റിക്കറ്റ്സ്, കണ എന്നൊക്കെ പറയില്ലേ, വൈറ്റമിൻ ഡി ആണ്. ഓക്കെ. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ? വൈഡൽ ടെസ്റ്റ് എന്താണ്? ടൈഫോയിഡ് ആണ് അല്ലേ? അപ്പൊ ഏതായിരിക്കും അത്? സാൽമോണല്ല ടൈഫി. സാൽമോണല്ല ടൈഫി. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ. ഇവിടെ ഏതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ CFCയും N2ഉം CH4, മീഥേൻ. ഇത് പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 10th ലെവൽ പരീക്ഷകൾക്ക് ഒത്തിരി തവണ ക്വസ്റ്റ്യൻ ഇത് തന്നെ കയറി ചോദിച്ചിട്ടുണ്ട്. 10th ലെവൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും കൂടി ജീവശാസ്ത്രം എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു 2 മണിക്കൂറത്തെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ബയോളജിയിൽ നിന്നുള്ള കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ, അതൊന്ന് കയറി കണ്ടു നോക്കണേ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് ആര്? സത്യനാരായണ ബെളേരി. ഓക്കെ. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ അവസ്ഥയുടെ പേരാണ് എന്ത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പൊ വൈറ്റമിൻ B12ഉം B9ഉം തമ്മിലായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം. അപ്പൊ മലേറിയയുടെ രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയമാണ്. മനുഷ്യരിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരൾ കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ മീഥേൻ, CFC, N2O എന്നുള്ളതാണ്. N2O. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC, N2O. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നുള്ളതാണ് IMAയുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാണ് ആര്? ഡോക്ടർ എസ് ഫൈസി ആണ് പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. കണ്ണുനീരിൽ ഏതാണ്? കണ്ണുനീരിൽ ലൈസോസൈം ആണ്. ലൈസോസോം എവിടെയാണ്? നമ്മുടെ ഉമിനീരിലാണ് അല്ലെ? ലൈസോസൈം ആണ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? സ്പെക്ട്രം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എവിടെയാണ് അപ്പിക്കോ പ്രസ്ഥാനം? അത് കർണാടകയാണ്. കർണാടക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ്. പ്രമേഹം, ഹീമോഫീലിയ എന്താണ്? അതൊരു ജനിതക രോഗമാണ് അല്ലെ? അപ്പൊ ആൻസർ ഏതാണ്? 1ഉം 2ഉമാണ്. കണ്ടോ? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങള്, വ്യായാമം ഇല്ലാത്തത്, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്നിന്റെ ഉപയോഗം, ഇവയെല്ലാമാണ് എന്ത്? ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അതിലും മെയിൻ ആയിട്ട് വരുന്ന ഏതാണ്? ഫസ്റ്റ് വൺ ആണ് പ്രമേഹം. എന്താണ്? ഇൻസുലിന്റെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യവുമായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഫാറ്റി ലിവർ ആണ്. എന്താണ്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അടുത്തത് പക്ഷാഘാതമാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുകയും രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് അമിത രക്തസമ്മർദ്ദം അല്ലെ? കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുമ്പോൾ. ഹൃദയാഘാതം എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികൾ
അതായത് ഇതിങ്ങനെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ജീവിതശൈലി രോഗങ്ങൾ, ഏറ്റവും കൂടുതൽ പേർക്കുള്ള ജീവിതശൈലി രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രമേഹമാണ്. ഏറ്റവും കൂടുതൽ പേര് മരണത്തിന് കാരണമായ ജീവിതശൈലി രോഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയാഘാതമാണ്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് കയറി ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺ രോഗം? നമ്മൾ പറഞ്ഞു ഏതാണ് പാർക്കിൻസൺ? ഡോപ്പോമിൻ ആണെന്ന് നമ്മൾ പറഞ്ഞാണ് അല്ലെ. ഗാംഗ്ലിയോണുകളുടെ നാശവും ഡോപ്പോമിന്റെ ഉൽപാദനം കുറയുന്നതുമാണ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നതിനെ പറയുന്ന പേരാണെന്ത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം. ഓക്കെ, ഇനി ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച, ശരിയാണ്. വാസോപ്രസിൻ എന്താണ്? പുരുഷന്മാരിൽ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയെന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. നമുക്ക് വേണ്ടത് എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ് ഇവിടെ തെറ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നോക്കിക്കേ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH എന്ന് പറയും. എന്താണത്? തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനമാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. എന്താണ് അഡ്രിനോ? അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനമാണ്. GTH ഗൊണാഡോട്രോപിക് ഹോർമോൺസ്. എന്താണ്? പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനമൊക്കെ ഉത്തേജിപ്പിക്കുന്നത് GTH ആണ്. വളർച്ചാ ഹോർമോണിന്റെ പേരാണ് സൊമാറ്റോട്രോപ്പിൻ. എന്താണ്? ശരീര വളർച്ച. പ്രൊലാക്റ്റിൻ എന്താണ്? മുലപ്പാൽ ഉൽപാദനമാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? വാസോപ്രസിൻ എന്ന് പറയുന്നത് ശരിക്കും വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീരണമാണ്. ഗൊണാഡോട്രോപിക് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതാണ്. ഓക്കെ, RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതായിരിക്കും? RNA-യിൽ കാണപ്പെടാത്തത് DNA-യിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. DNA-യിലാണിത്. അഡിനീൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ നമ്മൾ പഠിക്കുന്ന അഡിനീൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ. ഇതെങ്ങനെയാണിത്? ഇത് DNA ആണ് കേട്ടോ. ഉണ്ടോ? DNA എന്ന് പറയുന്നത് ഗ്വാനിൻ സൈറ്റോസിനായിട്ടും അഡിനീൻ തൈമീനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. ഗ്വാനിൻ സൈറ്റോസിനായിട്ടും അഡിനീൻ തൈമീനുമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പെയർ ചെയ്യുള്ളൂ. അപ്പൊ ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് RNA-യിലെ കാര്യമാണ്. DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. RNA-യുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA എന്ന് പറയുമ്പോൾ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസോ പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പോ, ഒരു നൈട്രജൻ ബേസ് ഇങ്ങനെ ഉണ്ടാകും. അഡിനീൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൽ. അപ്പൊ ഇവിടെ എന്താണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്? യുറാസിലാണ്. അവിടെ എന്ത് പോയി? തൈമീൻ പോയി. അപ്പൊ തൈമീന് പകരം RNA-യിൽ ഉള്ളത് എന്താണ്? യുറാസിലാണ്. ഓക്കെ, നമുക്ക് ചോദിക്കുന്നത് RNA-യിൽ കാണാത്തതാണ്. അപ്പൊ ഏതായിരിക്കും അത്? തൈമീനാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? മിക്ക RNA-ക്കും എന്താണ്? ഒരു ഇരയാണുള്ളത്. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകമാണിത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏറ്റവും ശരിയായത്? മനുഷ്യഹൃദയത്തിൽ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് വലത് ഏട്രിയത്തിലാണ്. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഉണ്ടോ? ഇതാണ് ഏട്രിയം എന്ന് പറയുന്നത്. ഇത് ഇടത് ഏട്രിയം, ഇത് വലത് ഏട്രിയം. അപ്പോൾ ഇവിടുത്തെ വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് എന്തുള്ളത്? SA നോഡ് അഥവാ പേസ് മേക്കർ എന്ന് പറയുന്നത്. ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഈ ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിലെ ഭിത്തിയിലെ SA നോഡ് എന്ന ഭാഗമാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നത്. 2021 ഡേവിഡ് ജൂലിയസും ആഡം പെറ്റാപൗറ്റിയും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? വൈദ്യശാസ്ത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2024 നോബൽ പ്രൈസ് പഠിക്കണം അല്ലെ? മെഡിസിനില് ആർക്കൊക്കെയായിരുന്നു? വിക്ടർ അംബ്രോസിനും അതേപോലെ ഗ്യാരി റൂക്കിനുമായിരുന്നു. വിക്ടർ അംബ്രോസും ഗ്യാരി റൂക്കിനുമാണ് 2024 നോബൽ പ്രൈസ് ലഭിച്ചത്. എന്തിനാണ്? ഡിസ്കവറി ഓഫ് മൈക്രോ RNA കണ്ടുപിടുത്തത്തിനും അതേപോലെ എന്താണ്? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനുമാണ് വിക്ടർ അംബ്രോസിനും ഗ്യാരി റൂക്കിനും എന്ത് ലഭിക്കുന്നത്? 2024 നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, ചേരുംപടി ചേർത്ത് ഉചിതമായത് മലേറിയ പ്രോട്ടോസോവ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? മലേറിയ പ്രോട്ടോസോവയാണെന്നുള്ളത്. അപ്പൊ A എന്ന് പറയുന്നത് 3 ആണ്. അത് രണ്ടും അങ്ങ് വെട്ടിക്കോ. ഇനി ജലദോഷം നമ്മൾക്കറിയാം വൈറസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. ജലദോഷം എന്ന് പറയുന്ന ഒരു വൈറസ് ഡിസീസ് ആണ്. ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ്? ടൈഫോയിഡ് ബാക്ടീരിയ ആണ്. അസ്കാരിസസ് എന്ന് പറയുന്നത് വിരകളാണ്, വിരകൾ. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സ സഹായമേകാനുമുള്ള
കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയുടെ പേരാണ് എന്ത്? പ്രമേഹം. പ്രമേഹമാകുമ്പോൾ കുട്ടികൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം? മിഠായി അല്ലേ? അപ്പൊ മിഠായിയാണത്. കൊറോണ വൈറസിന്റെ വകഭേദമായ B11.529 ഏതാണ്? അത് ഒമിക്രോൺ ആണ്. ഒമിക്രോൺ. കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ എ ആണ്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ ഏതാണത്? മലമ്പനി. പ്ലാസ്മോഡിയം, പ്രോട്ടോസോവ ഏതാണ്? അനോഫിലിസ് പെൺകൊതുക്. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമാണ് മലമ്പനി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? ബീറ്റാ കോശങ്ങൾ. കണ്ടോ, ഇതാണ് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിൽ 2 ടൈപ്പ് കോശങ്ങളാണുള്ളത്. ഒന്ന് ആൽഫ കോശങ്ങളും ഒന്ന് ബീറ്റാ കോശങ്ങളും. ആമാശയത്തിന്റെ തുടർച്ചയായി കാണുന്ന പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥിയാണ് എന്ത്? പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ഇതിനെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ട്? ബീറ്റാ കോശവും ഉണ്ട്, ആൽഫ കോശവും ഉണ്ട്. ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ബീറ്റ ഇൻസുലിൻ, ആൽഫ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ തന്നെ പഠിക്കേണ്ടതാണ്. ഐലറ്റ്സ് ഓഫ് പാൻക്രിയാസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, അതിൽ ബീറ്റ ഇൻസുലിൻ, ആൽഫ എന്താണ്? ഗ്ലൂക്കഗോൺ ആണ്. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം ആരാണ്? നിത്യഹരിത വിപ്ലവം എന്ന ആശയം കൊണ്ടുവന്നത് MS സ്വാമിനാഥനാണ് അല്ലേ? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇവിടുത്തെ ആൻസർ പാൻക്രിയാസ് ആണ്. അപ്പൊ ഇത്രയും ആയിരുന്നു നമ്മുടെ 2024-25 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് 23, 22, 21 കൂടി ഉണ്ട്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക. താങ്ക്